ഹായ് ഹലോ, ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കർണാടകയിലെയും മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള പൂരം ബോളിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ബോളി എന്നൊക്കെ പറയും അല്ലേ, ബോളി എന്ന് തന്നെയല്ലേ പറയും, അത് തന്നെയാണ് തോന്നുന്നു. അതാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ശർക്കര ഉരുക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഇടേണ്ട സാധനം, ഇതിൽ ശർക്കരയുണ്ട്, ഏലക്ക പൊടിച്ചതും ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇടേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് കുതിർത്തി അരച്ച് വെച്ച മിശ്രണം ഇതിലേക്ക് ഇടണം. ഓക്കെ, സ്പൂൺ അതിലേക്ക് വീണുപോയി. ഞാനിതിനെ കടലപ്പരിപ്പിനെ പൊടിച്ചിട്ട് ഇതാക്കിയതാണ്, കാരണം അരച്ച് ഇതാക്കിയിട്ടില്ല, പൊടിച്ച് ഇതാക്കിയാണ്. ഇത് മിശ്രണം ഇനി കുറുകി മെൽറ്റാവണം, ഈ ചട്ടിയിൽ നിന്ന് പുറത്ത് വരണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. കുറച്ച് നെയ്യ്, ഒരു സ്പൂണോളം ഉണ്ട്, ഒരു വലിയ സ്പൂണോളം ഉണ്ട്, ഞാൻ നിറച്ചെടുത്തതാണ്. അപ്പോൾ ഈ നെയ്യും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ നെയ്യാണിത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മളെ മേൽമാ നെയ്യ്. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഇതിനൊക്കെ വഴട്ടി നമ്മൾ ഈ കടലമാവിൻ്റെ മൈസൂർ പാകമൊക്കെ ഉണ്ടാക്കില്ലേ, അതുമാതിരി. ഇനി ഇത് കട്ടയായിട്ട് പിടിക്കാതെ വരണം, ഉണ്ട വിട്ടിട്ട് വരണം ചട്ടിയിൽ നിന്ന്. ഈ പാനിൽ നിന്ന് വിട്ട് വരണം, അതുവരെ ഇളക്കുക. ഓക്കെ, 2 കപ്പ് മൈദയാണ്. 1 കപ്പ് ഞാൻ ഓൾറെഡി ഇട്ടു, ഇത് 2ാമത്തെ കപ്പ്. 2 കപ്പ് മൈദ, അതേ 2 കപ്പ് ആട്ടയും, 2 കപ്പ് ആട്ടയും ഇട്ടിട്ട് വേണം കുഴയ്ക്കാൻ. മൈദ സ്കിപ്പ് ചെയ്യരുത്, മൈദ ഇടണം, മൈദയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ 2 കപ്പ് ആട്ട ഇട്ടു, 2 കപ്പ് മൈദ ഇട്ടു. ഇനി ഇതിനെ നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം കാണിച്ചു തരാം. അതുപോലെ വെള്ളമാക്കിയിട്ട് കുഴയ്ക്കണം, അങ്ങനെ കയ്യിൽ ഒട്ടുന്ന മാതിരത്തുള്ള വെള്ളം, നല്ല ടൈറ്റാക്കരുത്. ഇങ്ങനെ ആക്കിയിട്ട് ഇനിയാണ് എണ്ണ ഒഴിക്കേണ്ടത്. കുറച്ച് നിറയെ എണ്ണ ഒഴിക്കുക, എന്നിട്ട് വേണം പരത്താനല്ല, ഇനിയും കുഴച്ച് വയ്ക്കുക. എണ്ണ നല്ലോണം ഇതാക്കിയിട്ട് കുഴച്ച് റെഡിയാക്കുക. എണ്ണ ഇട്ടിട്ട് ഉണ്ടോ, ഇങ്ങനെയായിരിക്കണം, സ്മൂത്തായിട്ടുള്ള സാധനം. ഓക്കെ, ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോഴല്ല നമ്മൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ്. ഓക്കെ, ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ബോളി ഇത് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുന്നു. നമ്മുടെ ശർക്കര കറുത്തതായത് കാരണമാണ് സാധനം, അതിൻ്റെ മിക്സ് കറുത്തു പോയത്. ഓക്കെ, ശർക്കര ആയിരുന്നുവെങ്കിൽ കറക്കില്ലായിരുന്നു. നമ്മുടെ ബോളി ആലുവിൻ്റെ ഫ്രൈ, അത് നോർമൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ മധുരമുള്ള ചപ്പാത്തി കഴിച്ചിട്ട് വേറെ അറിയാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആലുവിൻ്റെ ഫ്രൈ, പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ കറുപ്പ് കാണുന്നതാ, പരത്തി വെച്ചത് ആട്ട അതങ്ങനെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പൂരം ബോളി എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, ബോളി, നമ്മുടെ നാട്ടിൽ ബോളി എന്ന് പറയുന്നു. അതുണ്ടാക്കി കുറേ ദിവസമായി മോൻ പറയുന്നു, ഉണ്ടാക്കിക്കൂടേന്ന്. ഇപ്പം ഒന്ന് ഉണ്ടാക്കി കളയാൻ വിചാരിച്ചു. നല്ല നെയ്യ് വെച്ച് ഇതാക്കുക, നല്ല പൊന്തി ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇതെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ബോളെടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് സ്റ്റഫ് വയ്ക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് പരത്തുക. ഇത്രയേ ഉള്ളൂ പണി. കഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് പരത്തുക.
ഇത്രയേ ഉള്ളൂ പണി. ഓക്കെ, അപ്പോൾ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പരത്തി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ബൈ.